ആദിൽ പാലോടിലേക്ക് പോകുന്നു. ഇന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ ഈ പ്രതികരണം നടത്തിയത് ദില്ലിയിലായിരുന്നു. അതിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ പരസ്യമായി തന്നെയാണ് വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് അല്ല, ആര് പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഈ നിലപാട് ശരിയല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ. അഷ്കർ പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് ലീഗ് നേതാക്കൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവനയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ ഷാജി കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. വഖഫ് ഭൂമി തന്നെയാണ് മുനമ്പത്തത്. അങ്ങനെ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് അവകാശമില്ല എന്ന കടുത്ത പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ ആ പ്രതികരണം നടത്തുമ്പോൾ ആ രംഗം കൂടുതൽ ശാന്തമാക്കാനായിരുന്നു ഉപപ്രതിപക്ഷ നേതാവ് കൂടിയായ കുഞ്ഞാലിക്കുട്ടിയും പിന്നീട് മുസ്ലിം ലീഗ് നേതാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളും ശ്രമിച്ചത്. ഷാജിയെ കൃത്യമായി പറയുന്നില്ലെങ്കിൽ കൂടി പരോക്ഷമായ വിമർശനം, ആരും അങ്ങനെ ഒരു പാർട്ടിയാകാൻ നോക്കേണ്ടതില്ല എന്നതായിരുന്നു. ഷാജിയെ ചൂണ്ടി തന്നെയാണ് കൃത്യമായ വിമർശനം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുനമ്പത്തിലെ നിലപാട് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണെന്നും പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെതിരെ വരുന്ന വിമർശനങ്ങൾ ആ വിധത്തിൽ വലിയ ചർച്ചയാക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖ് അലി തങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അല്പം മുൻപ് ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം വരുമ്പോഴാണ് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഷാജിയെ പൂർണ്ണമായും പിന്തുണച്ച് ഷാജി പറഞ്ഞത് വസ്തുതയുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ പറയുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവല്ല, ആര് പറഞ്ഞാലും മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, സത്യം നിലനിർത്തിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരമാണ് മുനമ്പത്ത് വേണ്ടത് എന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴും പ്രതിപക്ഷ നേതാവ് ഏറ്റുമുട്ടാനില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാടായി ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു വെക്കുന്നത്. ഷാജിയും ഇ.ടി. മുഹമ്മദ് ബഷീറും കൃത്യമായി പ്രതിപക്ഷ നേതാവിനെതിരെ ആ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടിനെതിരെ നിലകൊള്ളുമ്പോൾ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും രംഗം മയപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത വിമർശനങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധ പാലിക്കുന്നുമുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇത് ചർച്ച വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വഖഫിന്റെ മുനമ്പത്തെ ഭൂമി പ്രശ്നം വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. അഷ്കർ പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം ഇനി എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്, വീണ്ടും എങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്ന കാര്യത്തിലും ഒരു അഭിപ്രായ സമന്വയം ലീഗിൽ എടുക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ശ്രുതി.